നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തലിന് ഇനി എന്ത് സംഭവിക്കുമെന്നതല്ല, കോൺഗ്രസിൽ ഇനി എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിലപ്പുറം വലിയൊരു അജണ്ടയുടെ മറുഭാഗം ഇപ്പോൾ വെളിപ്പെട്ടു വരുന്നു. രാഹുൽ മാങ്കൂട്ടം നിലംപൊത്തുമ്പോൾ യഥാർത്ഥത്തിൽ ശത്രുപക്ഷം ലക്ഷ്യമിട്ടിരുന്നത് മാങ്കൂട്ടത്തെ മാത്രമല്ല, മാങ്കൂട്ടത്തിനൊപ്പം കോൺഗ്രസിൻ്റെ ഒരു യുവ മുഖമായി കടന്നു വന്ന നിരവധി യുവ നേതാക്കളെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ബെൻഡറായി അറിയപ്പെട്ടിരുന്ന ഷാഫി പറമ്പിൽ തന്നെയാണ് ഇനി പലരുടെയും അടുത്ത ലക്ഷ്യം. ഷാഫിയിലേക്ക് ബുദ്ധിപൂർവമായി ഒരു വശത്ത് കരുക്കൾ നീക്കുന്നു, മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ പോലീസിനുള്ള നിർദ്ദേശം. എന്നാൽ അപ്രതീക്ഷിതമായി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കളത്തിലിറങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരിഹാസവുമായി മുഖ്യമന്ത്രി കളം നിറയുമ്പോൾ അത് ചെന്നുകൊണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ. രാഹുലിൻ്റേത് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ലൈംഗിക വൈകൃതമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി കളത്തിലിറങ്ങിയതിന് തൊട്ടു പിന്നാലെ രാഹുൽ ഒളിസങ്കേതത്തിൽ നിന്ന് ഒരു സന്ദേശം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നൽകി. കീഴടങ്ങില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക വൈകൃതക്കാരനാണ്, ഇയാളെ ഒരു ഭാവി നിക്ഷേപം എന്ന നിലയിലാണ് കോൺഗ്രസ് ഇതുവരെ സംരക്ഷിച്ചത്. ഇത്തരം കേസുകളിൽപ്പെട്ട് ജയിലിലായ MLA-മാർ ഇപ്പോഴും കോൺഗ്രസിലുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിഹസിച്ചു. മറുവശത്ത് ഷാഫി പറമ്പിൽ മാത്രമാണ് മുഖ്യമന്ത്രിക്ക് കുറച്ചെങ്കിലും മറുപടി നൽകിയത്. എന്തുകൊണ്ടാണ് ആക്ഷേപങ്ങൾ കേൾപ്പിച്ച മറ്റു കോൺഗ്രസ് MLA-മാരെ പുറത്താക്കാത്തത് എന്ന ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തുന്നു. രാഹുൽ വിഷയത്തിൽ പോലീസ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നു. എന്നാൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് സംരക്ഷണമൊരുക്കുന്ന നടപടികൾ ഉണ്ടാവുന്നുണ്ട്. രാഹുലിനെ ബോധപൂർവം സംരക്ഷിക്കാൻ ചിലർ ശ്രമങ്ങൾ നടത്തുന്നു എന്ന് സംശയിക്കുന്നു. CPM നടപടിയെടുക്കുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണമേ ശരിയല്ല. രാഹുലിൻ്റേതിന് സമാനമായ കുറ്റം ചെയ്ത എൽദോസ് കുന്നപ്പള്ളിക്കും വിൻസെന്റിനുമെതിരെ കോൺഗ്രസ് നടപടിയെടുത്തോ? അവർ ഇപ്പോഴും ഒപ്പമില്ലേ എന്ന് പിണറായി പരിഹസിക്കുന്നു. രാഹുൽ എന്ന ലൈംഗിക വൈകൃതക്കാരൻ്റെ ഞെട്ടിക്കുന്ന ഈ വൈകൃതങ്ങൾ പൊതുപ്രവർത്തകനോ സാമൂഹിക പ്രവർത്തകനോ ചേർന്നതാണോ എന്ന പിണറായിയുടെ ചോദ്യം. രാഹുലിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം ഈ വിവരങ്ങൾ അറിഞ്ഞിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. അറിഞ്ഞു കഴിഞ്ഞതിനു ശേഷവും ഭാവിയിലെ നിക്ഷേപം എന്ന തലത്തിൽ അവർ രാഹുലിനെ സംരക്ഷിച്ചു. രാഹുലിനെക്കുറിച്ച് എതിർപ്പ് പറയുന്നവരെ ആക്രമിക്കാനാണ് സൈബർ വെട്ടുകിളികൾ എന്ന് വിളിക്കുന്നവർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആക്രമണവുമായി ഇറങ്ങിയത്. ഇയാളെ തൊട്ട് ആരും ഒന്നും പറയാൻ പാടില്ല, തയ്യാറായാൽ ഭയങ്കര അസഭ്യവർഷവും ആക്ഷേപവും അവഹേളിക്കലും. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്ത വിമർശനങ്ങളുമായി ഇന്ന് കളം നിറയുന്നു. മറുവശത്ത് ഇതോടെ കൂടുതൽ ജാഗ്രതയിലായിരിക്കുന്നു മാങ്കൂട്ടം ടീം. കീഴടങ്ങുന്ന പ്രശ്നമില്ല. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലെ വിധിയിൽ അത്രയേറെ കുറ്റപ്പെടുത്തലുകളില്ല. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടാനാകും എന്നാണ് ഇപ്പോൾ രാഹുലിൻ്റെ അഭിഭാഷകരുടെ പ്രതീക്ഷ. കേസിൽ മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹൈക്കോടതിയെ സമീപിച്ചു. ബലാത്സംഗ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ജില്ലാ കോടതിയിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യഹർജിയിലും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ജില്ലാ കോടതിയുടെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ഒട്ടുമിക്ക വിഷയങ്ങളും വളരെ ശക്തമായ തലത്തിൽ ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ബലാത്സംഗത്തിന് തെളിവില്ല എന്ന് ജില്ലാ സെഷൻസ് കോടതിയുടെ നിരീക്ഷണം. എന്നാൽ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം ചെയ്യിച്ചതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട് എന്ന സംശയം കോടതി ഉയർത്തിയിരുന്നു. രാഹുലിന് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്തേക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി S. നസീറ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം അനുവദിക്കാതിരുന്നത്. പ്രതിയുടെ ഫോൺ പിടിച്ചെടുത്ത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. പരാതിക്കാരുടെ മൊഴിപ്രകാരം ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നു. പരാതിക്കാരിയുടെ മൊഴിപ്രകാരം ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല. പരാതി നൽകിയത് ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിന് മുന്നിൽ അല്ല. ക്രിമിനൽ അഭിഭാഷകനായ S. രാജീവാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായിരിക്കുന്നത്. രണ്ട് വാദങ്ങളാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ളത്. ഒന്ന്, പരാതിക്കാരുടെ മൊഴി പരിശോധിച്ചാൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്ന വാദം.
ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിന് മുന്നിലല്ല, പകരം മുഖ്യമന്ത്രിയുടെ പക്കലാണ് പരാതി നൽകിയത് എന്ന മറ്റൊരു പോയിന്റ്. പരാതി നൽകുന്നതിൽ കാലതാമസമുണ്ടായിട്ടുണ്ട് എന്ന കാര്യവും ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്ന വാദത്തിൽ പരാതിക്കാരി പറഞ്ഞത് നേരത്തെ ഒരു സുഹൃത്തു മുഖേന തൻ്റെ ശബ്ദ സന്ദേശങ്ങളും വാട്സാപ്പ് ചാറ്റുകളുമൊക്കെ ചാനലുകളിൽ വന്നിരുന്നുവെന്നാണ്. അതിൽ തനിക്ക് മനസ്സറിവില്ല. ഇതിനെ തുടർന്ന് എൻ്റെ മാതാപിതാക്കൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി, അതുകൊണ്ടാണ് പരാതി കൊടുക്കാൻ താമസിച്ചത് എന്ന്. യുവതിയുടെയും യുവതിയുടെ ഭർത്താവിൻ്റെയും വൈവാഹിക അവസ്ഥ എന്താണ് എന്ന് വ്യക്തമാക്കിയിരുന്നുവെന്നും ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിലുണ്ട്. കാര്യം കൂടി ഹൈക്കോടതി പരിഗണിച്ച് ജാമ്യാപേക്ഷയിൽ അനുകൂല തീരുമാനമുണ്ടാക്കണമെന്നാണ് രാഹുലിൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഓഡിയോ ക്ലിപ്പ് പുറത്തെത്തിയതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായെന്നും താനാണത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് എന്ന് പരാതിക്കാരി തെറ്റിദ്ധരിച്ചുവെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത്. ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വിവരം കൂടി ഈ ജാമ്യ ഹർജിയിലുണ്ട്. പരാതിക്കാരിയുമായുള്ള ആശയവിനിമയ രേഖകൾ കൈമാറാൻ തയ്യാറാണ്. പോലീസ് പിന്നാലെ ഉള്ളതുകൊണ്ടാണ് ഇത് കൈമാറാൻ കഴിയാത്തത്. ഇടക്കാല ജാമ്യം നൽകിയാൽ അന്വേഷണത്തോട് സഹകരിക്കാമെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഈ കേസിലില്ലെന്നും രാഹുലിൻ്റെ അഭിഭാഷകൻ. മുഖ്യമന്ത്രി കളത്തിലിറങ്ങിയതോടെ രാഹുൽ ടീം വീണ്ടും ജാഗ്രതയിലായി. മറുവശത്ത് കോൺഗ്രസിലെ യുവ നേതാക്കൾക്ക് നേരെ ചില വലയെറിയലുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ആദ്യഘട്ടമാണ് ഈ കഴിഞ്ഞ ദിവസം KPCC ഭാരവാഹി കൂടിയായ MA ഷഹനാസ് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ. കോൺഗ്രസ് പാളയത്തിൽ നിന്നു തന്നെ ഈ യുവതലമുറയിലെ മറ്റു നേതാക്കളിലേക്ക് ഇപ്പോൾ ചില പരാതികളും സംശയമുനകളുമൊക്കെ നീളുന്നു. പാലക്കാട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സരിൻ്റെ ഭാര്യ സൗമ്യ സ്വരിൻ ഉൾപ്പെടെ നിരവധി പേർ അതിശക്തമായ ആക്രമണമുനയുമായി പാലക്കാട് നിറഞ്ഞു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനേക്കാൾ അപകടകാരി ഷാഫി പറമ്പിലാണ് എന്ന് മറ്റ് ചില കേന്ദ്രങ്ങൾ ശക്തമായി പ്രചരിപ്പിക്കുന്നു. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷാഫി പറമ്പിൽ MPയുടെ ഫോൺ പരിശോധിക്കണമെന്ന് BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആവശ്യപ്പെടുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ദാരിദ്ര്യം ബാധിച്ചവരാണ്. അയാളെ സംരക്ഷിക്കേണ്ട കാര്യം എന്തായിരുന്നു ഷാഫിക്ക്? ഷാഫിയിലേക്ക് ഒരുപാട് സംശയമുനകൾ നീളുന്നു എന്ന് മനസ്സിലാക്കിയ ഷാഫി പറമ്പിൽ ഇന്നലെ രാഹുലിനെ തള്ളിപ്പറഞ്ഞു. പാർട്ടിപരമായ ബന്ധമാണ് തനിക്ക് രാഹുൽ മാങ്കൂട്ടവുമായുള്ളത്. പാർട്ടിക്കപ്പുറം വ്യക്തിപരമായ ബന്ധങ്ങളില്ല എന്നാണ് ഷാഫി ഇന്നലെ പ്രതികരിച്ചത്. കോൺഗ്രസ് അതിശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷം രാഹുലിനെ കടന്നാക്രമിക്കുന്നത് കോൺഗ്രസ് സംഘടനയുടെ നെഞ്ചിൽ കൊള്ളുന്നു. അത് പലപ്പോഴും തടയാൻ കഴിയാത്ത അവസ്ഥയിലാണ് നേതാക്കൾ. ഇതുതന്നെയാണ് പിണറായി വിജയൻ്റെ ആക്രമണമുനയിലും ഇന്ന് കോൺഗ്രസിന് മറുപടിയില്ലാതെ കുഴയേണ്ടി വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെന്ന ലൈംഗിക വൈകൃതക്കാരനെ വിശേഷിപ്പിക്കുമ്പോൾ ഇതുവരെ അയാൾക്ക് വേണ്ട സൗകര്യങ്ങളും സംരക്ഷണവും ഒരുക്കിയ കോൺഗ്രസിനെ നോട്ടമിടുകയാണ് പിണറായി. ഇന്നലെ രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുമെന്ന വ്യാപകമായ പ്രചരണം ശക്തമാക്കിയിരുന്നു ചില കേന്ദ്രങ്ങൾ. എന്നാൽ കീഴടങ്ങാൻ താൻ ഒരുക്കമല്ല എന്ന് രാഹുൽ ഒരിക്കൽ കൂടി സന്ദേശം നൽകിയിരിക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് ഹൈക്കോടതിയിൽ S രാജീവ് എന്ന അഭിഭാഷകനെ ഇറക്കി കരുക്കൾ നീക്കുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കളത്തിലിറങ്ങി ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് തലസ്ഥാനത്ത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തേടിയുള്ള പോലീസ് സംഘത്തിൻ്റെ യാത്ര തുടരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.